ഇപ്പൊ ഞങ്ങൾ അവിടെ ദുരന്തബാധിതർ ഞങ്ങളെ കാണിച്ചു തന്നാണ്. അവരുടെ 87ാമത്തെ നമ്പർ വീട്ടിൽ അവിടെ സ്ക്രൂ ചെയ്തിരിക്കുകയാണ് അടിയിൽ മേൽക്കൂര മുഴുവൻ. അങ്ങനെ 2 ബെഡ്റൂമുകളിലാണ്. ഇതിനേക്കാൾ കുറെ കൂടി ഗൗരവമാണ്. കണ്ടിട്ട് അത് ലീക്ക് തന്നെയാണെന്നാണ് അവരോട് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. റോബിൻ അതും റിപ്പോർട്ട് ചെയ്തോളൂ, എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അവരവിടെ താമസിച്ചു തുടങ്ങുമ്പോൾ ഒരു തുടർ നടപടികളും ആ വിധത്തിലുണ്ടാകില്ല എന്നുള്ളത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ്. അതുണ്ടായാൽ ULCC സമാധാനം. ഉദ്ഘാടന വേളയിൽ മിനിസ്റ്റർ അടക്കം തന്നെ പറഞ്ഞത്, അതായത് വയനാട് ജില്ലയിൽ മഴക്കാലത്ത് ആദ്യ തുള്ളി മഴ വീഴും മുമ്പ് അവസാനത്തെ ദുരന്തബാധിതനും വീട് കൈമാറും എന്നുള്ളതാണ്. പക്ഷേ ഈ മഴക്കാലം എത്തുന്നതിന് മുമ്പ് 178 വീടുകൾ മാത്രമേ കൈമാറാൻ വാസയോഗ്യമാകുന്നുള്ളൂ. എന്താണ് അതിനെക്കുറിച്ച്? കാരണം സർക്കാർ അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം അഭിപ്രായം പറയും. ഇപ്പം ഞാൻ 178 വീടുകളുടെ കാര്യമാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ ആ കാര്യത്തിൽ ഉറച്ച അഭിപ്രായം പറയുന്നത് ULCCയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്റ്റിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചൊരു യോഗം നടത്താൻ സാധ്യമാകില്ല. കോഡ് ഓഫ് കോൺടാക്ട് നിലനിൽക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ ഉടനെ യോഗം നടത്തിയ കാര്യം ഞാൻ തന്നെ പറയാം. ഈ കോൺട്രാക്ട് ഉള്ളത് ഇപ്പൊ 375 വീടുകൾ 410 വീടുകൾ അതിനകം തീർക്കാൻ കഴിയുമോ ശരിക്കും ഒക്ടോബറിനകം? അല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ചോദ്യത്തിന് എന്താ മറുപടി പറയേണ്ടത്? ഒരു ധാരണ ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം? അത് ബന്ധപ്പെട്ടവരെ അനുഭവിക്കും. അതുകൊണ്ട് അവർ തീർക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മറ്റൊരു വിഷയം മൈക്രോ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് കുറേ പേർക്ക് ഫേസ് 1 കുറേ പേർക്ക് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്താണ് അതിന് തടസ്സം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ മൈക്രോ പ്ലാൻ ആവശ്യമായിട്ടുള്ള പണം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം വേണമെങ്കിൽ പരിശോധിച്ച് നോക്കാം. ഏത് ദുരന്തത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഭാവിയിലേക്ക് ഇതിനെ തുരങ്കം വെക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദ്യമാണ്. അല്ല, വളരെ ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന് പൊതുസമൂഹം പരിശോധിക്കേണ്ടതാണ്. 178 വീടുകളുടെ കൈമാറ്റത്തിന് ശേഷം കേരളം മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ഇത് കാണാൻ വരികയും ഇന്ത്യയിലും കേരളത്തിലും എവിടെയും കാണാത്ത ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം അതിന് ക്യൂറിംഗ് പീരീഡിനകത്ത് പിന്നെ ഡിഫക്റ്റ് ലൈബിലിറ്റി ധാരണ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് അവർക്കതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടും സർക്കാരിനെതിരെ ഏതെങ്കിലും വിധത്തിൽ തിരിക്കാൻ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളത് തിരിച്ചറിയും. അത്ര എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. മാർക്കർ വര വെച്ച് മനസ്സിലാക്കും. ആ വര പുറത്തുനിന്ന് ദൃശ്യമാധ്യമങ്ങൾ ചില ദൃശ്യമാധ്യമങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ആ മാർക്കർ വര വിള്ളലാകുന്ന രീതിയിലാണ് ചിത്രീകരിച്ചത്. കേരളം മുഴുവൻ ഇവിടെ വന്ന് കാണുന്ന ആളുകൾക്കാണ് യാതൊക്കെ മാർക്കർ കൊണ്ട് വരച്ചത്. എന്തുകൊണ്ടാണ് അത് ഉറപ്പല്ലേ? അല്ല, ഞാൻ പറയുന്നത് ആ വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. വെള്ളം കിരിഞ്ഞു കാണുന്നു, അവിടെ അവർ അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ മീതെ എങ്ങനെയാണ് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പോസി ട്രീറ്റ്മെൻറ്റ് നടത്തും. ആ ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം അടിക്കും. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത് പിന്നെ ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിനിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിങ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ ചെവിട് പിടിക്കും, പണിതവൻ്റെ. ആ ചെവിട് പിടുത്തം ഗവൺമെൻറ്റും തുടരും. അത്രേ ഉള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അഭിപ്രായം പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഓരോരുത്തരും അവരവരുടെ ധാരണകൾക്കും അവരവരുടെ രീതികൾക്കും അനുസരിച്ച് പറയും. അതിനെക്കുറിച്ച് അനാവശ്യമായ ഒരു വിവാദവും ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ദുരന്തബാധിതരുടെ തലയിലൂടെ അനാവശ്യമായ അപകടം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമായിരിക്കും. ആരെങ്ങോട്ട് പറഞ്ഞാലും ഒരു തരത്തിലും അത്തരത്തിലുള്ള ചർച്ചകൾ തുടരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ ഞാൻ എൻ്റെ അഭിപ്രായത്തിന് വിരാമമിടുന്നു. അതിനെക്കുറിച്ച് വീണ്ടും ഒരു അഭിപ്രായം ഞാൻ മുതിരുന്നില്ല. ദുരന്തബാധിതരിൽ ആശങ്ക ഉയർത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഈ ചോദ്യത്തിനൊന്നും ഇപ്പം മറുപടി പറയണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ എൻ്റെ സഹോദര, ഞാൻ പോണില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ ആകാംക്ഷയെ ഞാൻ അംഗീകരിക്കുന്നു, മാനിക്കുന്നു വളരെ ബഹുമാനത്തോടെ. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങോട്ട് ഇല്ലാത്തൊരു കാലത്ത് ഞങ്ങൾ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമാണ് ഈ ചൂരൽമല. ആ ബ്രെഡ് പൂപ്പിച്ച ആൾ കുറേ കാലം ജയിലിലായിരുന്നു. ഇപ്പോൾ ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ബ്രെഡ് പൂത്ത സ്ഥലമാണ്. കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂത്തത് എന്ന് നിങ്ങൾക്കറിയാം. ആ പൂത്തത് മുതൽ ഞങ്ങൾ എന്തെല്ലാം കേട്ടു. ഇടക്കാലത്ത് നിങ്ങൾ ഈ പല മാധ്യമങ്ങളും പറഞ്ഞില്ലേ, സുപ്രീം കോടതി വരെ പോയി ഞങ്ങൾ തോൽക്കും, സ്ഥലം കിട്ടില്ല, സ്ഥലം കിട്ടിയല്ലോ, വീട് വയ്ക്കില്ല, വീട് വെച്ചല്ലോ. ഇത് ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരത്തിൻ്റെ മാനദണ്ഡമോ തെരഞ്ഞെടുപ്പിൻ്റെ ആയുധമോ അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വികാരമാണ്. ഞങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തെയും ദുരന്തബാധിതരെയും സ്നേഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. ഈ വികാരം അന്ത്യം വരെ എത്ര കാലം നിൽക്കുമോ അത്രയും കാലം വരെ ഇത് തുടർന്ന് ഞങ്ങൾ കൊണ്ടുപോകും. ഒരു പേടിയും അക്കാര്യത്തിലില്ല.
കൃത്യം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. തൊഴിലാളികളുടെ ചില ഡെഫിഷ്യൻസി ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ കുറവുണ്ടെങ്കിൽ പരിഹരിക്കും. നിങ്ങളെല്ലാവരും നേരത്തെ കണ്ട ക്യൂരിയോസിറ്റിയോടെ ഇൻ്റലിജൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീടുകളും പരീക്ഷിച്ച് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. ആദ്യം ഒന്ന് അറിയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ കൂടി പെട്ടാൽ സന്തോഷമുണ്ട്. നാട്ടിലെ മുഴുവൻ ജനങ്ങളെ അറിയിച്ച് നാറ്റിച്ചതിന് ശേഷം എന്നോട് പറയാൻ ഇടവരുത്തരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അന്വേഷിക്കാനും ഇടപെടാനും പോസിറ്റീവാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിൻ്റെ ഒപ്പം അവസാനം വരെ ഞാനുണ്ട്.